Example 28, integral minus 1 to 2 mod x cube minus x dx. അപ്പോൾ ഈ മോഡൊന്നും ഇല്ലാതെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് മൈനസ് എക്സ് ഡി എക്സ് ആയിരുന്നെങ്കിൽ നമുക്ക് അത് വളരെ ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. എന്തായിരിക്കും വരിക? എക്സ് റേസ്ഡ് 4 ഡിവൈഡഡ് ബൈ 4 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. അപ്പോൾ എന്നാൽ ഇവിടെ മോഡ് വന്ന സ്ഥിതിക്ക് നമുക്കത് മോഡിൻ്റെ പ്രോപ്പർട്ടി ശരിക്കറിയണം. എന്തായിരുന്നു മോഡ് എക്സ്? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മോഡ് 5 +1 പഠിച്ച കാര്യമാണ്. മോഡ് 5 എന്താണ്? 5 പ്രശ്നമൊന്നുമില്ല, പോസിറ്റീവ് ആണെങ്കിൽ അതേ നമ്പർ തന്നെ. ഇനി മോഡ് -5 ആണെങ്കിൽ സൈന് ചേഞ്ച് ചെയ്താണ് എഴുതേണ്ടത്. -5 ഒരു എക്സ്ട്രാ -5 കൂടെ വരും. അതെന്താക്കി മാറ്റും? +5 ആക്കി മാറ്റും. ഇതാണ് മോഡിൻ്റെ ഡെഫിനേഷൻ. അപ്പോൾ എവിടെ നെഗറ്റീവ് വന്നാലും സൈൻ ഒരു പ്രാവശ്യം കൂടെ ചേഞ്ച് ചെയ്ത് അതിനെന്താക്കി മാറ്റണം? പോസിറ്റീവ് ആക്കി മാറ്റണം. ഓക്കെ, ഇനി ഇവിടുത്തെ ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് ക്യൂബ് മൈനസ് എക്സ്. അപ്പോൾ അത് എവിടേക്കാണ് നെഗറ്റീവ് വരുന്നത് നോക്കണം. എക്സ് ക്യൂബ് മൈനസ് എക്സ് നെഗറ്റീവ് വരുന്ന ഭാഗത്തേക്ക് സൈന് ചേഞ്ച് ചെയ്ത് പോസിറ്റീവ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് മാക്സിമം ഫാക്ടറൈസേഷൻ ചെയ്യുക. എക്സ് പുറത്തേക്ക് എഴുതി കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 1. ഇനി എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 എന്താ? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഈ നമ്മൾ അപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ കണ്ട പോലെ ക്രിട്ടിക്കൽ പോയിന്റ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എവിടേക്കാണോ നെഗറ്റീവ് അതൊക്കെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞ ഭാഗം ഏതാണ്? -1 തൊട്ട് 2 വരെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ക്രിട്ടിക്കൽ പോയിന്റ് ഏതൊക്കെയാണ്? ഓരോ ഫാക്ടേഴ്സിനെയും 0 ഇക്വേറ്റ് ചെയ്യും. എക്സ് ഈക്വൽ ടു 0. അപ്പം 0 ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. 0 ഇതിൻ്റെ ഇടയിൽ മാർക്ക് ചെയ്തു 0. ദെൻ എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു -1. അപ്പോൾ -1 ഇവിടെ ഓൾറെഡി മാർക്കഡ് ആണ്. ഇതാണ് അടുത്തൊരു പോയിന്റ്. ഇനി നെക്സ്റ്റ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 1. ഇതാണ് അടുത്ത ക്രിട്ടിക്കൽ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് -1 തൊട്ട് 0 സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. 0 to 1 അഗൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. 1 to 2. ഇത്രയും ഇൻ്റഗ്രേഷൻ സ്റ്റെപ്പുകൾ ഇനി അതിൽ വരും. ഇനി എവിടേക്കാണ് പോസിറ്റീവ് എവിടേക്കാണ് നെഗറ്റീവ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു വാല്യൂ ചൂസ് ചെയ്തു, -1/2. ഇനി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1ലെ സൈന് മാത്രം നോക്കിയാൽ മതി. സൈന് പോസിറ്റീവ് ആണെങ്കിൽ നോ പ്രോബ്ലം, സെയിം എക്സ് ക്യൂബ് മൈനസ് എക്സ് എഴുതും. സൈന് നെഗറ്റീവ് ആണെങ്കിൽ സൈന് ചേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ ഇവിടെ -1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായിരിക്കും? -1/2 ഇൻറ്റു -1/2 + 1 ഇൻറ്റു -1/2 - 1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? -1/2 നെഗറ്റീവ് ആണ്, നമുക്ക് സൈന് മാത്രം മതി. -1/2 + 1 അത് പോസിറ്റീവാണ്. -1/2 - 1 അത് നെഗറ്റീവാണ്. അപ്പോൾ ഈ ഒരു മൾട്ടിപ്ലിക്കേഷനിൽ 2 നെഗറ്റീവ് വന്നതുകൊണ്ട് തന്നെ അത് പോസിറ്റീവായി. പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാതെ എഴുതണം. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എന്താണ്? എക്സ് ക്യൂബ് മൈനസ് എക്സ്. ഇനി 0ക്കും 1നും ഇടയിലൊരു വാല്യൂ ചൂസ് ചെയ്യാം. 1/2 ചൂസ് ചെയ്യാം. അപ്പോൾ ഇതേ കാര്യം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1ൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 1/2 + 1 ഇൻറ്റു 1/2 - 1. അപ്പോൾ ആദ്യത്തേത് പോസിറ്റീവാണ്, രണ്ടാമത്തേതും പോസിറ്റീവാണ്, മൂന്നാമത്തേത് നെഗറ്റീവാണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? നെഗറ്റീവ് വന്നാൽ സൈന് ചേഞ്ച് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ -x ചേഞ്ച് ചെയ്ത് +x ആയി, +x³ ചേഞ്ച് ചെയ്ത് -x³ ആയി. അങ്ങനെ 0 to 1ൽ ഫംഗ്ഷൻ എന്താണ്? എക്സ് മൈനസ് എക്സ് ക്യൂബ്. ഇനി 1 to 2, 1 to 2ലെ ഒരു വാല്യൂ ചൂസ് ചെയ്തു. 1 to 2 അപ്പോൾ 3/2 ചൂസ് ചെയ്യാം. ഓക്കെ, അഗെയിൻ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്തായിരിക്കും വരിക? 3/2 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 + 1 ഇൻറ്റു 3/2 - 1. അപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് 3/2 പോസിറ്റീവാണ്, 3/2 + 1 പോസിറ്റീവാണ്. 3/2 എന്ന് പറഞ്ഞാൽ 1.5. 3/2 - 1 എന്തായിരിക്കും? അഗൈൻ പോസിറ്റീവ് ആയിരിക്കും. സോ പ്രൊഡക്റ്റ് എന്താണ്? പോസിറ്റീവ് വന്നാൽ സൈന് ചേഞ്ച് ചെയ്യേണ്ട. അഗൈൻ എന്ത് വരും? x³ - x.
ഇനി ഇതിനെയാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ -1 തൊട്ട് -1 വരെ -1 തൊട്ട് 0 വരെ -1 തൊട്ട് 0 വരെ ഫംഗ്ഷൻ എന്താണ്? x³ - x dx പ്ലസ് ഇനി 0 തൊട്ട് 1 വരെ 0 തൊട്ട് 1 വരെ x - x³ dx x - x³ dx. Now 1 to 2 വരെ വീണ്ടും സൈൻ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, പോസിറ്റീവ് ആയിരുന്നു. x³ - x dx. ഇനി ഓരോന്നിനെയും സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. x³ നമുക്കറിയുന്നതാണ്, x⁴ ഡിവൈഡഡ് ബൈ 4 മൈനസ് എക്സ് എന്തായിരിക്കും? x²/2. ഇവിടെ കൊടുക്കേണ്ടത് എന്താണ്? അപ്പർ ലിമിറ്റ് 0, ലോവർ ലിമിറ്റ് -1. നൗ x²/2 minus x³ x⁴ divided by 4. Upper limit 1, lower limit 0. Again x³ x⁴ divided by 4 minus x²/2. Again upper limit 2, lower limit 1. ഇനി വാല്യൂസ് ഓരോന്നായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 0 ഫസ്റ്റ് 0 കൊടുത്തു കഴിഞ്ഞാൽ 0⁴ 0 മൈനസ് 0² 0 മൈനസ് ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും വരിക? -1⁴ അത് 1 തന്നെയാണ്, 1/4 മൈനസ് 1²/2 അത് 1/2. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 1²/2 1/2 മൈനസ് 1⁴ divided by 4 1/4 മൈനസ് 0 കൊടുത്തു കഴിഞ്ഞാൽ 0. Then 2⁴ 16 divided by 4 4 minus 2²/2 2²/2 4/2 2. ഇനി ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1⁴ 1/4 മൈനസ് 1²/2 1/2. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ ആൻസറായി. -1/4ഉം -1/2 എന്തായിരിക്കും വരിക? -1/4 പ്ലസ് 1/2. ദെൻ പ്ലസ് 1/2 മൈനസ് 1/4. ദെൻ 4 - 2 പ്ലസ് 2 മൈനസ് 1/4 പ്ലസ് 1/2. ഈ രീതിയിലാണ് വരുന്നത്. ഇനി ഇതിൽ മാക്സിമം ക്യാൻസലേഷൻ ചെയ്യാം. -1/4ഉം -1/4ഉം അഗെയിൻ -1/4. ആ ടോട്ടൽ എന്ത് വരും? -3/4. അപ്പോൾ -1/4 ഈ ഒരു -1/4 ഈ ഒരു -1/4 -3/4. ദെൻ 1/2 പ്ലസ് 1/2 1 1ലേക്ക് വീണ്ടും ഒരു 1/2 വന്നാൽ 1.5 അല്ലെങ്കിൽ 3/2. ഇനി സ്റ്റാർട്ടിങ്ങിൽ എന്താണുള്ളത്? ഒരു നമ്പർ ആയിട്ട് ഇവിടെ 2. ഓക്കെ, അപ്പോൾ 2 പ്ലസ് 3/2/4. ഇനി ഇത് നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെയും കാൽക്കുലേഷൻ ചെയ്യാം. വേണമെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആക്കാം. /4 × 4. ഇവിടെ 4 ആക്കാൻ വേണ്ടിയിട്ട് × 2 അപ്പോൾ എല്ലാം ഡിനോമിനേറ്റർ 4 ആയി. ദെൻ 2 × 4 8 3 × 2 6 -3 8 + 6 13 അല്ലേ? 8 + 6 14 14 - 3 ചെയ്താൽ എന്തായിരിക്കും? 11/4